ആ തമ്പുരാട്ടി അവിടെ ഇരിക്കണല്ലേ? അന്ന് ഞാൻ ഇരിക്കാൻ സമ്മതിക്കാടി. അല്ല, എന്താ പന്റെ അടിച്ചുവാരല് കഴിഞ്ഞിട്ട് ഇജ്ജിപ്പ ഇരിക്കണത്? ഇജ്ജ് വേറെ പണി തീർത്തുകാണ്ട് ഇങ്ങോട്ട് വന്നു വേറെയും പണികളുണ്ട് അപ്പുറത്ത്. നമ്മക്ക് തീരെ വയ്യ, നല്ല ഊരവേദന വയറുവേദന ഉണ്ട്. അടിച്ചു വരാൻ പറ്റുന്നില്ല. നേരം ഒന്ന് ഇരിക്കട്ടെ. ഊരവേദനയും വയറുവേദനയും ഒക്കെ ഉണ്ടാവും. എല്ലാരും ഈ വേദന ഒക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ പ്രസവിക്കണത്. അനക്ക് മാത്രമുള്ളതല്ല ഈ വേദന. മര്യാദക്ക് വേഗം അടിച്ചു വരിങ്ങാണ്ട് ഇങ്ങോട്ട് വായോ. അങ്ങനെ ഇരിക്കുക. എന്താ പണി? ഞാന് മുറ്റടിച്ചു വരെയായിരുന്നു. ഇക്കനിക്ക് തീരെ വയ്യ, നല്ല വയറുവേദന ഉള്ളവേദന ഒക്കെ ഉണ്ട്. ഇമ്മാനോട് പറഞ്ഞപ്പോ ഉമ്മ എന്നെ ചീത്തരാ ചെയ്യണത്. ഊരവേദനയും വയറുവേദനയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ പ്രസവത്തിൽ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ എല്ലാം പോലെ പ്രസവിക്കാൻ നോക്കി. എന്റെ അടുത്ത് ഓപ്പറേഷത്തിനുള്ള പൈസ ഒന്നുമില്ല. അത് ഹലോ ഹലോ എന്റെ ഇവര് രണ്ടാളും ഇങ്ങനെ ചെയ്യുന്ന ഓന്റെ മോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യും. അടിച്ചോറിൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക. ഇജ്ജ് പോയിട്ടേ ആ ആകൊക്കെ ഒന്നുണ്ട് അടിച്ചോരി തുറച്ചൂട്. പിന്നെ തിരുമ്പാനുള്ളത് ഞാൻ തിരുമ്പിട്ടോളാം, വാഷിംഗ് മെഷീനിലല്ലേ, അത് ഞാൻ ചെയ്തോണ്ട്. ഇജ്ജ് ആ ആകൊക്കെ അടിച്ചോരി തുറച്ചിട്ടോളാം. മനുഷ്യന്മാരാരേലും കണ്ടുകാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മോശമാണ്. ഞാൻ ചെയ്തോളാം. നീച്ച അടിച്ചോരി തുറക്ക്. ഇവിടെ മഫൊന്നും കാണാനില്ല. ഓളെ മഫോന്റെ കാര്യം തുറക്കുണ്ടാവുക. അല്ല, എന്താ പറ്റി മഫോണ്ടാ തുറക്കണത്? ഈ തുണി കൊണ്ടാണ് തുറച്ചോ, അതാ നല്ലത്. എന്നാലേ ചളിയൊക്കെ ഇങ്ങോട്ട് പോരുള്ളൂ. എന്നാ വേഗം തുറച്ചൂടെ അത്. മഫോണ്ട് തുറക്കണ് നല്ല കുമ്പിട്ടേണ്ട തുറച്ചാലെ തന്നെ പ്രസവമൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ മകന്റെ വെറുതെ പൈസ ചെലവാക്കാന് വെറുതെ ഇങ്ങനെ ഇരുന്ന പ്രസവിക്കൊന്നുമില്ല, ഓപ്പറേഷൻ ആവുള്ളൂ ചെയ്യാ.
അതിന് ഇവിടെ മുടക്കാൻ പൈസ ഒന്നുമില്ല. മര്യാദക്ക് വേറെ തുറച്ചുകൂടാ തുറപ്പേറ്റി. എന്താ താത്ത നിങ്ങൾ ഈ ചെയ്യണത്? നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഭാരമുള്ള പണികളൊന്നും എടുക്കരുത് എന്നുള്ളേ. നിങ്ങൾ എന്താ ഈ കാട്ടണേ? നീക്കി അവിടുന്ന്. അതെടി ഞാന് നിങ്ങളൊന്നും പറയണ്ട. ഇതിന്റെ ഒക്കെ പിന്നിലെ എന്റെ അമ്മയാണെന്നുള്ളത് നന്നായിട്ട് അറിയാം. ഉമ്മ ഉമ്മ ഇമ്മ. ആ ഇജ് വന്നാ? ഞാനേ അടുക്കളയിലേന്ന്. എന്താ ജിന്നെ വിളിച്ച്? എന്റെ മങ്ങൾക്ക് ഇത്രക്ക് കണ്ണിച്ചോരില്ലാതായോ? നിങ്ങൾ എന്താ ഈ താത്താനെ കൊണ്ട് ചെയ്യിപ്പിക്കണത്? ഈ ഭാരമുള്ള പണികളൊക്കെ ഇപ്പൊ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡോക്ടർ അന്ന് പറഞ്ഞതാണ് റെസ്റ്റ് എടുക്കാന്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? നിങ്ങളെ മകന്റെ കുട്ടിയാണോ വയറ്റിലുള്ളതെന്നുള്ളത്? എന്തിനാണ് ഈ പാത്തിനോട് ഇത്രക്ക് ദേഷ്യം നിങ്ങക്ക്? ഇജിപ്പോ ഓളെ ഭാഗം പറയാൻ അങ്ങോട്ട് വന്നിക്കണത്? പള്ളയിലുള്ള പെണ്ണുങ്ങളെ കുമ്പിട്ട് എല്ലാ പണികളും ചെജണം. അതിന് ഓൾക്കിപ്പോ എന്താ അസുഖം ഉള്ളത്? ഒരു അസുഖവും ഇല്ല. എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള പോലെ ഊരവേദനയും വയറുവേദനയും ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. ആ ഞാൻ വന്നതുകൊണ്ട് ഇപ്പൊ കാണാറായല്ലോ നിങ്ങൾ ഈ കാട്ടരൊക്കെ. നിങ്ങൾ എന്തിനാണ് ഇക്കാണ് ഈ അവസ്ഥ വെച്ച് നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ഇതേപോലെയൊക്കെ കാട്ടുവോ? ഇജ് ഓളെ ഭാഗം പറയാനാണെന്നുണ്ടെങ്കിലേ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. താത്ത നിങ്ങള് ഞാൻ പെരേക്കാക്കി തരാം. നിങ്ങൾ വരി. അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ പോയി. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞല്ലേ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്? അന്നേ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പെരേക്ക് പോയിക്കോളി എന്നുള്ളത്. അപ്പൊ ഇമ്മ ഒറ്റക്കാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് നിങ്ങളോട് പോന്നു. ഇപ്പൊ എന്തായി? നിങ്ങളൊന്നും ഇങ്ങനൊന്നും ചെയ്യേണ്ടി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ റൂമിൽ പോയിക്കോളി. നിജാണ് ചെയ്തുകൂട് പണിയോള്. എന്നെ കൊണ്ടൊന്നും പറ്റൂല അതൊന്നും എടുക്കാന്. ആ ഞാൻ ചെയ്തോളാം. പക്ഷെ ഇതിനാണ് അന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തുക്കണേല്ലേ? എന്താ താത്ത എന്താ നിങ്ങളിങ്ങനെ കരയുന്നു? എന്താന്നറിയില്ല, നല്ല വയറുവേദന ഒക്കെ ഉണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല. റബ്ബേ ഇനി എന്താ നമ്മള് കാട്ടുക? ഡോക്ടറെ അടുത്തേക്ക് പോവുക അതാ നല്ലത്. താത്ത നിങ്ങൾ എന്തേലും വന്ന് കുടിച്ചാണ്? എത്ര ദിവസമായി നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? ഒന്നും നേരം പോലെ നിങ്ങളൊന്നും തിന്നലില്ലല്ലോ. എന്തേലും എടുത്തേരട്ടെ ഞാന്? ഇക്ക് വേണ്ട. എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കരയല്ലേ? എന്റെ അമ്മയും എന്റെ ആങ്ങളെയും കൂടി എന്റെ കുട്ടീനെ ഇല്ലാതാക്കിയില്ലേ? ഇനി ഇതിലും കൂടുതൽ ഇനി എന്താ നിങ്ങൾ ചെയ്യണ്ടത്? എന്ത് തെറ്റാ ഞാനും എന്റെ കുട്ടി നിങ്ങളോട് ചെയ്തത്? അതിന്റെ മുഖം പോലും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ആരും തന്നില്ലല്ലോ. ഹലോ
ആ ഓളെവിടെ? ഓൾക്ക് ഫോൺ കൊടുത്താ? ഓള് ഫോൺ എടുക്കണില്ല, അതുകൊണ്ടാ ഞാൻ എടുത്തത്. ഇപ്പൊ അണക്കും ഉമ്മാക്കൊക്കെ സമാധാനായിട്ടുണ്ടാവുമല്ലോ. ഇനി ഓൾക്ക് വിളിക്കണ എന്തിനാ? ഓളെയും കൂടി കൊല്ലാനോ? എന്തീ പറഞ്ഞു? ഞാൻ എന്താ ചെയ്തത്? ഈ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാലേ ഈ ഉമ്മയും കൂടി ആ കുട്ടിനെ ഇല്ലാതാക്കിയതല്ലേ. അനക്കണ്ട് സമാധാനാവട്ടെ. എടാ, ഇമ്മ പറയണത് കേക്കണ്ടെന്നൊന്നും ഞാൻ പറയൂല, കേക്കണം. പക്ഷെ കേക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കേക്കാൻ പാടുള്ളൂ. അനക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ലേ? ഒന്നില്ലെങ്കിൽ അന്റെ പെണ്ണുങ്ങളും കുട്ടിയല്ലേ. ഈ ഇമ്മ എന്താ പറയണേച്ച് അതിനനുസരിച്ച് മാത്രം തുള്ളുക. അതാണ് അന്റെ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. ഇപ്പൊ എന്തായി? ഒന്നിന്റെ ജീവൻ പോയപ്പോ സമാധാനായല്ലോ. ഇജ് എന്തായാലേ തൽക്കാലം ഇനി പോക്ക് വിളിക്കാൻ നിക്കണ്ട. എനിക്ക് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ ഓളേറ്റ്. ഇജ് എന്തായാലും ഇപ്പൊ തൽക്കാലം ഫോൺ വെക്കാൻ നോക്ക്. ഞാൻ നിന്റെ പെരേക്ക് പോവാണ്. ഞാൻ എന്തിനാ ഇനി ഇവിടെ നിക്കണേ? കാക ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് നിന്റെ കുട്ടി. അവൻ പോയില്ലേ. ഞാൻ എന്റെ ഉമ്മാട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മ വന്ന ഞാൻ എന്റെ പെരേക്ക് പോവാണ്. ഇങ്ങനെ ഒരു മാപ്പിളിനി അതേപോലെ ഒരു ഉമ്മാനി ഇഞ്ഞിക്ക് വേണ്ട. ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരിക്കും വേണ്ട. ഞാൻ പോവാണ്. നിങ്ങക്ക് ഇപ്പൊ എന്തായാലും സമാധാനായല്ലോ, ഒന്നിന്റെ ജീവനാണ്ട് എടുത്തപ്പോ. ഇപ്പൊ എന്തായി? ഇനിയിപ്പൊ മകനിക്ക് പെണ്ണുങ്ങളും ഉണ്ടാവൂല, നിങ്ങക്ക് മരുവോളും ഉണ്ടാവൂല. ഒക്കെ ഉണ്ട് തീരുമാനാവട്ടെ. തൊട്ടിയിലൂറങ്ങുമ്പോ തെല്ലുമേ നോവാതെ നിന്നെ ആട്ടിയേ കണ്ണു